ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ചെറിയൊരു മിനി വ്ളോഗാണ് കേട്ടോ. ഇപ്പം ഞാനുള്ളത് ഓഫീസിലാണ്. ഒരു ചെറിയ ബ്രേക്ക് കിട്ടിയപ്പം, ബ്രേക്ക് എന്ന് പറഞ്ഞാൽ കുറച്ചൊന്ന് ഫ്രീ കിട്ടിയപ്പോൾ ജസ്റ്റ് എടുത്ത വീഡിയോ ആണ് കേട്ടോ. 3 ഫ്രണ്ട്സും ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ചെറിയൊരു വീഡിയോ ഒക്കെ എടുത്തു. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ ആരെങ്കിലും എൻ്റെ വീഡിയോ ഫസ്റ്റ് ടൈമാണ് കാണുന്നെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഈവനിങ് വ്ളോഗാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഓഫീസൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഹസ്ബൻഡിൻ്റെ കൂടെ പോകുന്നത് എവിടേക്കാണെന്ന് വെച്ചാൽ നമ്മുടെ കാലിക്കറ്റ് SM സ്ട്രീറ്റിലേക്കാണ് കേട്ടോ. കുറച്ച് സാധനം പർച്ചേസ് ചെയ്യാണ്ടായിരുന്നു. സോ നമ്മൾ പോവുകയാണ്. നമ്മൾ വണ്ടി നിർത്തിയത് മൊയ്തീൻ പള്ളീൻ്റെ ആ ഭാഗത്താണ്. സോ അവിടെ ഇറങ്ങി വണ്ടി വെച്ചിട്ട് അതിൻ്റെ ഉള്ളിലൊരു അണ്ടർപാസ് ഇല്ലേ, അതിൻ്റെ ഉള്ളിൽ കൂടെയാണ് നമ്മൾ അപ്പുറത്തെ സൈഡിലേക്ക് കടന്നത്. അവിടെ ആണിയോണ്ട് കണ്ടോ, ഈ ഷിപ്പൊക്കെ ആണിയോണ്ടാണ് അവർ എന്താ പറയുക ചെയ്ത് വെച്ചിരിക്കുന്നത്. എന്ത് ഭംഗിയാണ് കാണാൻ. ദൂരത്ത് നോക്കുമ്പോൾ മനസ്സിലാവില്ല ആണിയാന്ന്, എടുത്ത് പോയാൽ മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ ആണിയാന്ന്. സോ അങ്ങനെ അതിൻ്റെ ഉള്ളിൽ കൂടെ ഞങ്ങൾ അപ്പുറത്തെ സൈഡിലേക്ക് എത്തി. ഞങ്ങൾ കമ്മത്ത് ലൈനിലേക്കാണ് കേട്ടോ പോണത്. ഒരു ചെറിയൊരു ഗിഫ്റ്റ് വാങ്ങാൻ പോവാണ്. സോ നമുക്കറിയുന്നൊരു ജ്വല്ലറി ഉണ്ടായിരുന്നു. അങ്ങോട്ടാണ് ഞങ്ങളുടെ യാത്ര. സംഭവം എന്താ വെച്ചാൽ നമ്മുടെ സഞ്ജുൻ്റെയും നവ്യയുടെയും ബേബീൻ്റെ 28 ഈ വരുന്ന 14th. അപ്പോൾ ബേബിക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു ഗോൾഡ് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ഇടയ്ക്ക് അവിടെ പോയപ്പോൾ 2 മാലയ്ക്ക് ഞാനൊക്കെ ഇട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. സോ നമ്മൾ വാവയ്ക്ക് വാങ്ങാമെന്ന് വിചാരിക്കുന്നത് ബ്രേസ്ലെറ്റ് ആണ്. അങ്ങനെ ഞങ്ങൾ 3-4 ബ്രേസ്ലെറ്റ് നോക്കി. പിന്നെ നമുക്ക് അത്യാവശ്യം യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ് ഞങ്ങൾ പർച്ചേസ് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം എൻ്റെ മോളുടെ 2 വള അവൾക്ക് ഭയങ്കര ടൈറ്റ് ആയിരുന്നു. സോ അത് മാറ്റി വാങ്ങാനുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അതൊക്കെ നോക്കി. അതിൻ്റെ മോഡലൊക്കെ നോക്കാൻ കേട്ടോ. മോഡൽ നോക്കാൻ അവർ കുറച്ച് വളയൊക്കെ കൊണ്ട് തന്നു. സോ ഞാൻ ചുളിവിൽ കയ്യിലൊക്കെ ഇട്ട് നോക്കി എനിക്ക് ചേരുന്നുണ്ടോ ഇല്ലേന്ന്. പൊതുവേ ഞാൻ ഗോൾഡ് അങ്ങനെ യൂസ് ചെയ്യാത്ത ഒരാളാണ്. സോ ഞാൻ ജസ്റ്റ് അത് ഇട്ട് നോക്കി. അതിൽ നമ്മളൊരു ഡിസൈൻ കണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പം നിയമോൾക്ക് ആ ഒരു മോഡലിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഏൽപ്പിച്ചതാണ്. അതിനുശേഷം ഞങ്ങൾ SM സ്ട്രീറ്റിൻ്റെ ഉള്ളിലേക്ക് കയറി കേട്ടോ. ഹസ്ബൻഡിൻ്റെ ഫോണിൻ്റെ ഗ്ലാസ് കാർഡ് പൊട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഹസ്ബൻഡിലേക്ക് പോയി അതൊക്കെ മാറ്റുന്നുണ്ട്. എഡ്ജ് ആയതുകൊണ്ട് അതിൽ കുറച്ച് പണി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇവർ UV ലൈറ്റൊക്കെ അടിച്ചിട്ടാണ് എന്തൊക്കെയോ ചെയ്തത്. സംഭവം ഇതിൻ്റെ കൃത്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയാത്തത് കൊണ്ട് ഞാനതങ്ങനെ നോക്കി നിന്നു. അവർ ഗ്ലാസ് കാർഡൊക്കെ മാറ്റി. പിന്നെ അതൊക്കെ എന്തോ ഡ്രൈ ആവാനാണെന്ന് തോന്നുന്നുണ്ട്. വേറൊരു മെഷീനിലൊക്കെ കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു. സംഭവം അതിൻ്റെ പേര് പോലും എനിക്കറിയില്ല. അതിൽ വരുന്ന എന്താണ് അതിൻ്റെ എന്തോ ഒരു ലൈറ്റ് വരും. അത് ഏത് ലൈറ്റാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ അങ്ങനെ അവിടെ കുറച്ച് നേരം നിന്നു. പിന്നെ ഓഫീസ് ഫോണിന് ഒരു ബാക്ക് കവറും ഗ്ലാസ് കാർഡും ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തു. നമ്മൾ പ്ലെയിൻ ആയിട്ടുള്ളൊരു ബാക്ക് കവറാണ് കേട്ടോ സെലക്ട് ചെയ്തിട്ടുള്ളത്. സോ അതിന് ശേഷം നമ്മൾ SMൻ്റെ ഉള്ളിലെ 5, 10 രൂപ, 20 രൂപ അങ്ങനത്തെ ഐറ്റംസിൻ്റെ ഷോപ്പിൽ കയറി. അവിടെ എന്ന് വെച്ചാൽ SMൽ ഇപ്പോൾ ഈ ഒരു 5 രൂപ മുതൽ ഐറ്റംസ് കിട്ടുന്ന ഒരുപാട് ഷോപ്പുകൾ ഇപ്പം ന്യൂ ആയിട്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു. അത് എന്താ പറയുക, ഫുൾ 30 റുപ്പീസാണ്. അവിടുത്തെ പ്രൊഡക്റ്റിനെല്ലാം 30 റുപ്പീസാണ്. പക്ഷേ ഞാൻ കയറിയ ഈ ഷോപ്പിൽ 5 രൂപ മുതൽക്ക് നമുക്ക് പ്രൊഡക്റ്റ് അവൈലബിൾ ആണ്. പ്രൊഡക്റ്റ് എന്ന് വെച്ചാൽ നമുക്ക് വീട്ടിലേക്ക് ആവശ്യമായ ഒരുപാട് സാധനങ്ങളുണ്ട്. 5 രൂപ മുതലുണ്ട്. 5, 10, 15, 20 നിങ്ങൾ ആ ബോർഡ് കണ്ട പോലെ അങ്ങനെ 50 രൂപയ്ക്കൊക്കെ ഉണ്ട് കേട്ടോ. 50 രൂപയ്ക്കൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള നമുക്ക് കിച്ചണിലേക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഐറ്റംസ് ഉണ്ട്. കണ്ടെയ്നേഴ്സ് അവൈലബിൾ ആണ്. അതേപോലെ സ്റ്റോറേജ് ബോക്സുകൾ അവൈലബിൾ ആണ്. സ്റ്റീലിൻ്റെ ഐറ്റംസ് അവൈലബിൾ ആണ്. ഗ്ലാസിൻ്റെ ഐറ്റംസ് അവൈലബിൾ ആണ്. അങ്ങനെ ഒരുപാടെന്ന് പറഞ്ഞാൽ ഒരുപാടുണ്ട്. സോ അവിടെ നിന്ന് നമ്മൾ കുറച്ച് സാധനമൊക്കെ പർച്ചേസ് ചെയ്തു. അതിനുശേഷം നേരെ പോയത് നമ്മുടെ പാളയം മാർക്കറ്റിലേക്കാണ്. ഈ ചേട്ടനാണെങ്കിൽ നല്ല വർത്താനായിരുന്നു. പിന്നെ ആ ചേട്ടൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ കുറച്ച് സബർജലൊക്കെ വാങ്ങി. പിന്നെ അതിനുശേഷം നേരെ പോയത് നമ്മുടെ പറമ്പത്തുള്ള കഫിക്സിലേക്കാണ് കേട്ടോ. നമ്മുടെ സ്ഥിരം സ്പോട്ടാണ്. സോ അവിടുന്ന് നമ്മൾ അൽഫാമോ വാങ്ങി. പിന്നെ അതൊക്കെ വാങ്ങി നമ്മൾ നേരെ എന്താക്കി ഒരു ബേക്കറി പോയിട്ട് കുറച്ച് സാധനം വാങ്ങാണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് മിഠായികളൊക്കെ വാങ്ങി. പിന്നെ വേറെ എന്തോന്നും കൂടി വാങ്ങിട്ടോ, എന്താണെന്ന് എനിക്ക് ഓർമ്മയില്ല. പിന്നെ അതിനുശേഷം ഒരു ലൈമൊക്കെ കുടിച്ചു. പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. സോ ഗൈസ്, ഇത്രയുള്ള ചെറിയൊരു മിനി വ്ളോഗാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ.